അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജുബ്ബയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ പോക്കറ്റിനുള്ളത് നമ്മൾ കട്ട് ചെയ്യുന്ന കാണിച്ചിട്ടില്ലായിരുന്നു. പോക്കറ്റിന് ഇതുപോലത്തെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ കേട്ടോ. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പോക്കറ്റിന് വേണ്ടി എടുത്ത് വെച്ചതാണ്, കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഇതുപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2.25 ഇഞ്ച് വീതിയിൽ കേട്ടോ. നമുക്ക് പട്ട വയ്ക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണതാണ്. ആദ്യം നമ്മൾ ജുബ്ബയുടെ സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിക്കുകയാണ് കേട്ടോ. 2 സ്ലീവ് ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇതുപോലെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. 2 സ്ലീവ് നമ്മൾ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സ്റ്റിച്ച് ഈ വരച്ചത് കൂടെ അപ്പുറത്തേക്ക് സൂചിയായിട്ട് കുത്തിയിട്ട് അവിടെ അടയാളിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ താഴെ ഭാഗത്തില്ലേ ഒരു ചെറിയൊരു ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ, ഓപ്പൺ വെക്കുന്നുണ്ട് കേട്ടോ ജുബ്ബയ്ക്ക്. എത്രയും ഒരു 10 ഇഞ്ച് കേട്ടോ ഓപ്പണിനുള്ള അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജുബ്ബയുടെ സെൻറ്റർ പട്ട വയ്ക്കാൻ പോകുക കേട്ടോ. ഫ്രണ്ടിൽ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടിച്ച് വെച്ച പീസ് ഇങ്ങനെ നിവർത്തി വയ്ക്കുന്നുണ്ട്. എൻ്റെ പട്ടയ്ക്ക് എടുത്ത് വെച്ച തുണി കൊണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. ഒരു സൈഡ് ഇതുപോലെ വെച്ചടിക്കുന്നുണ്ട് കേട്ടോ. വെച്ചതിന് ശേഷം പിന്നെ അടുത്ത പട്ടേൻ്റെ മറ്റേ ഭാഗത്തിൽ അത് ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് ഇപ്പുറത്ത് സ്റ്റിച്ച് ഇങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ കണ്ടോ. സെൻറ്റർ വിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്താണ് നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സെൻറ്റർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അടിച്ച ആ ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളത് അടിച്ച് അങ്ങോട്ട് മറക്കും. ഇതേപോലെ ബാക്കോട്ട് നമ്മൾ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് മടക്കിയിട്ട് ഇതുപോലെ അടിയും. ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ പട്ട ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അടിക്കാത്ത ഈ ഭാഗത്തും പട്ട ഇതുപോലെ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പട്ട മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ട് അടിച്ച് ഫിനിഷ് ചെയ്യട്ടെ. അപ്പുറത്തെ സൈഡിലുള്ള ആ പട്ട ഇതേപോലെ നമ്മൾ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മടക്കുക. അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ മടക്കിങ്ങാണ്ട തറ്റം വരെ എടുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആ പട്ട. ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് 2 പട്ട. ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടി നമ്മൾ ഒരടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്.
അങ്ങനെ രണ്ട് ഭാഗത്തുള്ള പട്ടയും ആ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പട്ട അടിച്ച് കഴിഞ്ഞ് ഇതേപോലെ ചെയ്യട്ടോ. ഇതുപോലെ എടുത്തിട്ട് നല്ല ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഇതുപോലെ വെക്കുക. നമ്മൾ രണ്ടും ഇതേപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് താഴെയുള്ളത് ഇതേപോലെ വെച്ചിട്ട് മേലേക്ക് മറ്റേ പട്ട ഇതേപോലെ ഒപ്പത്തിന് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പട്ടയുടെ ആവശ്യത്തിനുള്ള നീളം വെച്ചിട്ട് ഇതുപോലെ അടിക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് അടിയിലുള്ളത് ബാക്കി വരുന്ന പട്ട ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മേലുള്ള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുള്ളേ, ഫുള്ള് കട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ അതുപോലെ ഇതുപോലെ ഒന്ന് മടക്കണ്ടോ. ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പട്ട അടിച്ച് കഴിഞ്ഞു. പട്ട അടിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. നെക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. അതിന് ബാക്ക് പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പീസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ കട്ട് ചെയ്ത പോലെ തന്നെ ഉണ്ട്. ഫ്രണ്ട് പീസും വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മളിങ്ങനെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഈ തുമ്പത്ത് കൂടെ ഒരടി അടിക്കുന്നുണ്ട്. ആദ്യം തുമ്പത്ത് കൂടെ അടിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്ത് ഇതുപോലെ തുമ്പത്ത് കൂടെ ആദ്യം അടിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് മറച്ചതിന് ശേഷം ഷോൾഡർ അടിക്കും കേട്ടോ. അപ്പോൾ ഈ തുമ്പ് ഉള്ളിലേക്ക് പോകും അതുപോലെ കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, വേഗം തുന്നി വിടുന്ന ഇങ്ങനെ വരുന്ന നൂല് വരുന്നതാണെങ്കിലും ഓവർലോക്കൊന്നും ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് സ്റ്റിച്ച് വിടില്ല. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. ചെറുതായിട്ട് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഷോൾഡർ പിന്നെ ജോയിൻറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റിച്ചിൻ്റെ തൊമ്പ് പുറത്തേക്കൊന്നും കാണില്ല. അങ്ങനെ രണ്ടും ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജുബ്ബയ്ക്ക് വേണ്ട ജുബ്ബയുടെ കോളറ് കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ ഒരു കഷ്ണം ഈ ക്യാൻവാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ രണ്ട് മടക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 13 ഇഞ്ച് വരുന്ന ഒരു കോളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി രണ്ടായി മടക്കിയത് കൊണ്ട് പകുതി എടുത്ത് അതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കോളറിന് ഷേപ്പ് റെഡി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 11 വയസ്സായ കുട്ടിക്കുള്ളതാണ് കേട്ടോ. അതാണ് ഇത്ര വലിപ്പമുള്ളൂ. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജുബ്ബയുടെ നെക്ക്. നമ്മൾ ക്യാൻവാസ് ഇതുപോലെ നെക്ക് വെട്ടി കട്ട് ചെയ്തെടുത്തുള്ളത് ഒരു വേസ്റ്റ് തുണി, ഇതിൻ്റെ വേസ്റ്റ് തുണിയിൽ ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്യാൻ പോകും. അയൺ ചെയ്ത് അതിലേക്ക് ഒട്ടും ആ ക്യാൻവാസ് കേട്ടോ. ഒരു ഭാഗം ഒട്ടിപ്പുള്ളതാണ്. അപ്പോൾ അത് നമ്മളിത് വെച്ച് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് തേച്ചാൽ അതിൽ നന്നായിട്ട് പ്രസ്സായിട്ട് ഇരിക്കും കേട്ടോ, ഒട്ടി നിൽക്കും. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചെടുത്ത് ഇതുപോലെ തുണി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പീസും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അളവിൽ തന്നെ നമ്മൾ ഇതുപോലെ അടിക്കാൻ പോവുകയാണ്. ആ ക്യാൻവാസിൻ്റെ ഇതിൽ മടക്കി അങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കി വരുന്ന കഷ്ണത്തെ പോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അടിച്ച് കഴിഞ്ഞിട്ട്
ഞാൻ എടുത്ത് വെച്ച പീസിൽ ഇതുപോലെ വയ്ക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാൻവാസിൻ്റെ അകത്തൊക്കെ ഇതേപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ച് ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന പീസത്തെ പോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട്. ആ സ്റ്റിച്ചുമ്മ തട്ടാതെ ഇതുപോലെ ഒരു കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ബാക്കി വരുന്നൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നിട്ട് ചെറിയ തുമ്പ് വിട്ടിട്ട്. ഇനി നമ്മളത് അടിച്ച് മറയ്ക്കാൻ പോകും കേട്ടോ. അടിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മറച്ച് ഇതുപോലെ കണ്ടോ, ഇതുപോലെ മറിച്ചെടുക്കുക. ഉണ്ടോ, പോയിൻ്റൊക്കെ നന്നായിട്ട് ക്ലിയറായി വരാൻ വേണ്ടിയിട്ട് ആ സൂചി കൊണ്ട് ഒന്നിങ്ങനെ കുത്തി നന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോളർ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിക്കാനുള്ള ചെറുതായിട്ടൊരു തുമ്പ് ഇങ്ങനെ ഇവിടെ വിടാൻ കേട്ടോ. ആ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ മറയ്ക്കുക. ഇനി ഇതുപോലെ മടക്കി നമ്മൾ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ അടിച്ച് വെച്ച ജുബയുടെ ബോഡി പാർട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ നെക്ക് കോളർ നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഹാഫ് കോളറാണ്. ആ പട്ട വെച്ച അവിടെ നിന്ന് കണ്ടോ, നമ്മൾ ആ കോളറിന് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ഭാഗത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വിട്ട് ആ ഭാഗത്തു നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത രണ്ട് ഭാഗം ഒരേപോലെ തുല്യമായിട്ട് വരണം കേട്ടോ. ഇതിൻ്റെയും കോളറിൻ്റെയും ഇതിൻ്റെയും രണ്ടും ഒരേപോലെ വരുന്ന പോലെ വരും. എന്നിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ട് നമ്മൾ ജുബയുടെ കോളർ ലാസ്റ്റ് വരെ ആ കൃത്യം അവിടേക്ക് ഒന്നുപോലെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കോളർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ആ തുമ്പ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തുമ്പൊക്കെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ചുറ്റുഭാഗവും ഇതുപോലെ തുമ്പുള്ളിലേക്ക് ആക്കി തുമ്പ് കാണാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്യും. അപ്പം നമ്മൾ കോളർ ഇതുപോലെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സൈഡും ഒന്ന് അടിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെയാണ് സിബയുടെ കോളർ വന്നത് കേട്ടോ. ഇനി നമ്മൾ ബോഡി പാർട്ടിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാം കേട്ടോ. അതിന് തന്നെ സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഇതുപോലെ ഷോൾഡറും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സെൻറ്ററിൽ ഇതുപോലെ രണ്ട് സൈഡത്തി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോഡി പാർട്ട് സൈഡ് കൂട്ടാൻ പോവുക കേട്ടോ. അതിന് മുന്നേ നമ്മൾ പോക്കറ്റ് വെക്കുന്നതിൻ്റെ ഇത് വിടാൻ വേണ്ടിയിട്ട് ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്.
അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഇതുപോലെ ഒരു 4.25 ഇഞ്ച് പോക്കറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഈ ഭാഗത്തൊന്ന് ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സൈഡ് കൂട്ടുന്നതിന് മുന്നേ പോക്കറ്റിൻ്റെ അവിടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. ആ 2 സൈഡ് കേട്ടോ. ഇതുപോലെ 2 സൈഡും മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ ഇവിടെ മാത്രം ഇതുപോലെ ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് കൂട്ടാൻ പോവുകയാണ് കേട്ടോ. ആവശ്യമുള്ള കയ്യിൻ്റെ അവിടേക്കുള്ള വണ്ണം എടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ സൈഡ് കൂട്ടുന്നു കേട്ടോ. പോക്കറ്റിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തെത്തുമ്പോൾ ഇതുപോലെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതാ അവിടെ 2 അടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ടെക്ക് പോലെ. ഇനി കുറച്ച് അങ്ങനെ വിട്ടിട്ട് നമ്മൾ ആ പോക്കറ്റിൻ്റെ ഗ്യാപ്പ് വിടേണ്ട ആ സ്ഥലമില്ലേ, അത്രയും സ്ഥലം വിട്ടിട്ട് ഇതുപോലെ അവിടെ നിന്നിട്ട് അടിച്ചെടുക്കും. ആ ഓപ്പൺ വരെയുള്ള ഭാഗത്തേക്ക് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും അതേപോലെ കൂട്ടുന്നുണ്ട് കേട്ടോ. അവിടെ പിന്നെ പോക്കറ്റ് ഒരു സൈഡേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മൊത്തം അങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓപ്പണിൻ്റെ അത് മുതൽ കേട്ടോ. എല്ലാ സ്ലീവിൻ്റെ അതുവരെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി സ്ലിറ്റ് മടക്കി അടിക്കാൻ കേട്ടോ. ഇതുപോലെ ഏകദേശം ഒരു ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ കേട്ടോ മടക്കി അടിക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ജുബയുടെ അടിയിലുള്ള ഭാഗം മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അടിഭാഗം മടക്കി അടിക്കുകയാണ്. അപ്പോൾ 2 ഭാഗത്തുള്ള അടിഭാഗം മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ ജുബയുടെ. അപ്പോൾ ജുബ അടിയെല്ലാം മടക്കി അടിച്ച് സ്ലിറ്റൊക്കെ അടിച്ചെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റും കൂടി അടിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇനി ജുബയുടെ പോക്കറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പോക്കറ്റിനുള്ള പീസ് ഇത് അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ല, അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇറക്കമാണ് ഇട്ടത്. ഇങ്ങനെ 5.5 ഇഞ്ച് ഇറക്കുണ്ട്. പിന്നെ വീതി ഒരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് പോക്കറ്റിൻ്റെ ഒരു കട്ടിങ് ഉണ്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകും കേട്ടോ. പോക്കറ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് സൈഡും അങ്ങനെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ അടിച്ചിട്ടില്ല കേട്ടോ. ഈ തുമ്പ് കുറച്ച് ഇങ്ങനെ വിട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. നമ്മളിത് മറയ്ക്കാൻ പോവുക കേട്ടോ, മറിച്ചെടുക്കാൻ പോവുക. തുമ്പുള്ളി പോകാത്ത വിധം ഇതുപോലെ മറക്കുകയാണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ പോക്കറ്റ് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മടക്കി അടിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഭാഗത്ത്
പെടാതെ ആയിട്ട് അടിക്കുന്നത്. ആ ഭാഗം മേലത്തെ ആ ഭാഗം ഇതിങ്ങനെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ അടിച്ചത് കേട്ടോ. ഇതുപോലെ 4 സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബോഡിയിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഈ പോക്കറ്റ് നമ്മൾ പോക്കറ്റിന് ഒരു ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, ആ അതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളിതുമേ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതുപോലെ കണ്ട പോക്കറ്റ് വെക്കാൻ നമ്മൾ വിട്ട ഗ്യാപ്പ് ഇതാ കേട്ടോ. അതിൽ പോക്കറ്റ് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെച്ചിട്ടില്ലേ, അതിങ്ങനെ മടക്കി വെച്ചിട്ട് ഈ അടിക്കാൻ വിട്ട തുമ്പില്ലേ, ഉൾഭാഗം ഓപ്പണുള്ള ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഓപ്പണിൻ്റെ ഭാഗത്ത് അടിയിൽ സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ പോക്കറ്റ് ഇതുപോലെ ഇങ്ങോട്ട് അവിടെ അടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ 3 ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. കണ്ടോ ഇതുപോലെ കേട്ടോ. നമ്മുടെ ആ ഉള്ളിൽ ആ ഗ്യാപ്പുള്ള ഭാഗം ഒക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒപ്പാക്കി റെഡിയാക്കി വെച്ചിട്ട് ഇതുപോലെ 3 ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടോ, ചെറിയ കുട്ടിക്കായ കാരനാണ് ഇങ്ങനെ കേട്ടോ. പോക്കറ്റ്. അപ്പം നമ്മളുടെ ജുബ്ബ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബട്ടൺസൊക്കെ ഇനി വെക്കാണ്ട്. അപ്പം ജുബ്ബ ഇത്രയേ ഉള്ളൂ. ഉണ്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.